ഫ്രണ്ട്സ് വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ഇന്നൊരു കിടക്കുമ്പോഴത്തെ നമ്മുടെ ആ ലോൺ വോൾഫ് ഗെയിം പ്ലേയിലാണ് വന്നിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഇതിൽ നമ്മുടെ ഹെഡ് ഷോട്ട് മാത്രമേ ഉള്ളൂ. പിന്നെ എന്തൊക്കെയുണ്ട് ഫ്രണ്ട്സ്, നമുക്ക് ഈ ഒരു 600 സബ്സ്ക്രൈബായി, അതിൽ 1K സബ്സ്ക്രൈബ് ആവണവരെ ഞാൻ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അല്ലാതെ പിന്നെ എന്താ പറയുക അല്ലേ ഫ്രണ്ട്സ്. അവൻ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകുന്നുണ്ട്, നല്ലപോലെ ഡാമേജും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്, പക്ഷെ കിട്ടുന്നില്ല ഫ്രണ്ട്സ് അവനെ. പിന്നെ ഈ ഒരു ക്യാരക്ടറിന് എത്ര പേർക്ക് ഇഷ്ടപ്പെട്ടെന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ പറയണം കമൻറ്റിൽ കൂടെ. അപ്പോൾ നമ്മുടെ സോണുകളിലൊക്കെ എത്തി തുടങ്ങി, പെട്ടെന്ന് തന്നെ അവനടിച്ച് കംപ്ലീറ്റ് ആക്കണം. എങ്ങനെയാണ് കംപ്ലീറ്റ് ആക്കാൻ? ഇതോ അവൻ അതിൻ്റെ ഇടയിലൊക്കെ മണ്ടയിലൊക്കെ കയറി പോകുന്നുണ്ട്, എവിടെയൊക്കെ കയറി പോകുന്നുണ്ട്. നമുക്ക് എന്തൊക്കെയാലും അവനെവിടെയെങ്കിലും പെട്ടെന്ന് തന്നെ ലോക്കാക്കണം, അല്ലെങ്കിൽ ഹെഡ് ഷോട്ട് അടിച്ച് കംപ്ലീറ്റ് ആക്കേണ്ട ഒരു പവറുണ്ട്. ജസ്റ്റ് നമുക്കത് ഹെഡ് ഷോട്ട് എടുക്കുക, അടിച്ച് കംപ്ലീറ്റ് ആക്കാം. ഓക്കെ, നമ്മുടെ ഒരു ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നമുക്ക് ഒരു നോക്കി നോക്കാം അവൻ എവിടെയാണ്. അവൻ്റെ മണ്ടയിൽ വല്ലതും കാണും ഫ്രണ്ട്സ്. തന്നെയാണ് മണ്ടയിൽ തന്നെയുണ്ട്. ഇപ്പം പെട്ടെന്ന് തന്നെ അവനെ ഒരു കംപ്ലീറ്റ് ആക്കണം ഫ്രണ്ട്സ്. അങ്ങനെ നമ്മളൊരു ഹെഡ് ഷോട്ട് കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നു, വിക്ടോറിയും കൂടെ അടിച്ചിരിക്കുന്നു ഫ്രണ്ട്സ്. കണ്ടുകൊണ്ട് എന്തൊക്കെയാലും നമുക്ക് കുത്തി പിടിച്ചിട്ട് ഹെഡ് ഷോട്ട് അടിക്കണം, അല്ല പിന്നെ എന്ത് പറയാനാ. പെട്ടെന്ന് നമുക്ക് ഒരു സെക്കൻഡ് റൗണ്ട് വന്നിട്ടുണ്ട്. പിന്നെ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക പെട്ടെന്ന് തന്നെ. ഇന്നത്തെ ലൈക്ക് ടാർഗറ്റ് 5 ആണ്. സോ 5 കഴിഞ്ഞ വീഡിയോയിൽ 5 ലൈക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ അവൻ അവിടെ നിൽപ്പുണ്ട്. പെട്ടെന്ന് തന്നെ അടിച്ച് കംപ്ലീറ്റ് ആക്കാൻ നോക്കിയപ്പോൾ സമയത്ത് തന്നെ അവൻ അടിച്ച് കംപ്ലീറ്റ് ആക്കി ഫ്രണ്ട്സ്. എന്താണ് അവിടെ സംഭവിച്ചത് ഒന്നും മനസ്സിലാവില്ല. പിന്നെ കുഴപ്പമില്ല, നമുക്കത് വിട്ട് കളഞ്ഞു. റൗണ്ട് 3 എത്തിയിട്ടുണ്ട്. കുഴപ്പമില്ല, നമുക്കത് പിടിക്കാം, എല്ലാത്തിനും പിടിക്കാമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. കാരണം നമ്മൾ ജയിക്കുമെന്നും അല്ല ഉറപ്പൊന്നുമില്ല. സത്യം പറഞ്ഞാൽ ഞാൻ ലോൺ ഗോൾഫിൽ ജയിച്ചിട്ട് കണ്ടിട്ട് കുറേ നാളായി ജയിച്ചിട്ട്. നോക്കി നോക്കാം, നമുക്ക് എന്തൊക്കെയാണ് ജയിച്ചു നോക്കണം. പെട്ടെന്ന് തന്നെ അവൻ നിൽക്കുന്നുണ്ട്, അവന് കുറച്ച് ഡാമേജ് കൊടുക്കുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് അവനെ കംപ്ലീറ്റ് ആക്കാൻ നോക്കുമ്പോൾ ഞാൻ എന്താ കിടക്കുന്നു, എന്തുവാടെ അവിടെ സംഭവിച്ചത്? ഇവൻ എന്തിനാണ് മുകളിലോട്ട് നോക്കുന്നത്? ഒന്നും മനസ്സിലായില്ല ഫ്രണ്ട്സ്. അവിടെ ഒരു റൗണ്ട് 4 എത്തിയിട്ടുണ്ട്. ചിലപ്പോൾ ഈ റൗണ്ടിൽ തന്നെ നമ്മൾ ജയിച്ച് ഹെഡ് ഷോട്ട് അടിക്കേണ്ടി വരും. നമുക്ക് നോക്കി നോക്കാം. പിന്നെ ഈ ഒരു ക്യാരക്ടർ എത്ര പേർക്ക് ഇഷ്ടപ്പെടും നോക്കാം. പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ ഒരു ഗ്ലൂവാളൊക്കെ ഇട്ട് സെറ്റാവണം, അല്ലെങ്കിൽ അവൻ്റെ ആ ഒരു ഗ്രാനൈറ്റ് വലിച്ചെറിഞ്ഞിട ഫ്രണ്ട്സ് തീർന്നു. ഞാൻ അങ്ങനെ ഒരു റൗണ്ട് പൂർത്തീകരിക്കുന്നു. ഇവൻ വലിയ പ്രോ പ്ലെയർ തന്നെയാണ് അവൻ, വേറൊന്നും അല്ല. നമുക്ക് പിന്നെ ഗണ്ണൊന്നും കാലൊന്നും വേണ്ടല്ലേ. പക്ഷെ നോക്കട്ടെ ഫ്രണ്ട്സ്, അവൻ എവിടെ നിൽക്കുന്നതെന്നൊരു പിടിയുണ്ടായിരുന്നു. നമുക്ക് പെട്ടെന്ന് തന്നെ അവൻ അടിച്ച് കംപ്ലീറ്റ് ആക്കാമായിരുന്നു. എനിക്ക് ഈ ഗണ്ണ് പറ്റത്തില്ലടേ, മറ്റേ ഗണ്ണെടുക്കാതെ നടക്കത്തുള്ളൂ. അല്ല പിന്നെ എന്താ പറയുക. പെട്ടെന്ന് തന്നെ മറ്റേ ഗണ്ണെടുത്തിട്ട് പെട്ടെന്ന് തന്നെ അവനെ അടിച്ച് കംപ്ലീറ്റ് ആക്കണം. ഓക്കെ, എവിടെയാടാ നീ? അവിടെ എത്ര വാടായി, ഒന്ന് ചാടി വാ. നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് നിന്നെ അടിച്ച് കംപ്ലീറ്റ് ആക്കിയിട്ട് ഒരു ബൊയ്യ അടിക്കേണ്ടതാണ്. പെട്ടെന്ന് നോക്കി നോക്കാം, നമുക്ക് ബൊയ്യ അടിക്കുന്നു വലിയൊരു ഉറപ്പില്ല. നോക്കി നോക്കാം, ഒരു ഹെഡ് ഷോട്ടെങ്കിലും മിനിമം വേണം. ഇനി അത് നമ്മൾ എടുത്തു കഴിഞ്ഞു. സെക്കൻഡ് നമ്മൾ ഒരു രണ്ടാമത്തെ ഹെഡ് ഷോട്ടും കൂടെ എടുത്ത് കളയാം. പിന്നെ അല്ല, വേറെ ലെവൽ തന്നെ നമ്മൾക്ക് ഒരു ഹെഡ് ഷോട്ട് എടുക്കണം ഫ്രണ്ട്സ്. അവനെ കാണാനില്ലല്ലോ. വരുന്നു ഫ്രണ്ട്സ്. അവന് കുറച്ച് ഡാമേജ് കൊടുത്തു. നല്ല ഗണ്ണാണ് നമ്മൾ ഇരിക്കുന്നത് ഫ്രണ്ട്സ്. പെട്ടെന്ന് തന്നെ അവൻ സോണും കണ്ണൊക്കെ എത്തി തുടങ്ങി. പെട്ടെന്ന് തന്നെ അവനെ അടിച്ച് കംപ്ലീറ്റ് ആക്കണം, അല്ലെങ്കിൽ ഒരു വഴിയില്ല ഫ്രണ്ട്സ്. അവന് ബാക്കിൽ നിന്നോ എവിടെ നിന്നൊക്കെ നല്ലൊരു വെടി കിട്ടുന്നുണ്ട്. കുഴപ്പമില്ല, സോണും എത്തുണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് ചാടി വന്നു. അല്ലെങ്കിൽ കിട്ടത്തില്ല ഫ്രണ്ട്സ്. അവൻ നല്ല ഒരു ഗെയിമറാണ്, നമ്മളെ പോലത്തതൊന്നും ഇല്ല. പെട്ടെന്ന് തന്നെ അവനടിച്ച് കംപ്ലീറ്റ് ആക്കണം, അല്ലാതെ വഴിയില്ല ഫ്രണ്ട്സ്, വഴിയില്ല. അയ്യോ, മുകളിലെത്തിയിട്ടുണ്ട്. അയ്യോ, നമുക്ക് പെട്ടെന്ന് തന്നെ കുറച്ച് ഡാമേജ് കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചിരുന്നപ്പോൾ സമയത്ത് അവൻ എന്നെ വീണ്ടും അടിച്ച് കംപ്ലീറ്റ് ആക്കി ഫ്രണ്ട്സ്. പിന്നെ അല്ല വേറെ എന്താ. റൗണ്ട് 6 എത്തിയിട്ടുണ്ട്. നോക്കാട്ടെ ഇനി നമുക്ക് എന്തൊക്കെ സംഭവിക്കും നോക്കാം. ഞാൻ ഇങ്ങനെ നിൽക്കുകയാണ്. ഇവിടെ നിന്ന് അവനെ കാണാൻ പറ്റുമെങ്കിൽ അടിക്കാമെന്ന് വിചാരിച്ചിട്ടും നടക്കുന്നില്ല. നേരെ നമുക്ക് ഒരു ഗണ്ണൊക്കെ എടുത്തിട്ട് നമുക്ക് ഒരു സെറ്റ് ചെയ്യാം. ബാക്കിരിക്കുന്ന ഗണ്ണിന് ഒരു പ്രാക്ടീസ് ഇല്ലാത്തൊരു ഗണ്ണാണ്, അതുകൊണ്ട് ഞാൻ ഒന്നും ചെയ്തില്ല. അതും എടുത്തുകൊണ്ട് പോയിട്ട് ഒരു ഗതിയില്ല ഫ്രണ്ട്സ്. പെട്ടെന്ന് തന്നെ അവനെ കണ്ടു, അവനടിച്ച് കംപ്ലീറ്റ് ആക്കാൻ നോക്കുന്ന സമയത്ത് അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ട് എന്നെ വെടിവെക്കുന്നില്ല ഫ്രണ്ട്സ്. ഓക്കെ, കുറച്ച് ഡാമേജ് കൊടുത്തു ഞാൻ.
പക്ഷെ കിട്ടുന്നില്ല ഫ്രണ്ട്സ്. അവൻ്റെ അടുത്തോട്ട് പോവാതെ വേറെ വഴിയില്ല. അവൻ ദേ അപ്പുറത്തൊക്കെ പോയി നിൽക്കുന്നുണ്ട്. അവൻ്റെ വെടിവെക്കാതിരിക്കാൻ നൈസിന് ഗ്ലൂകളൊക്കെ ഇട്ട് നോക്കി. പറ്റിയില്ല ഫ്രണ്ട്സ്. അവനെയും കംപ്ലീറ്റ് ആക്കിയിട്ട് പോളും എന്ന് തോന്നുന്നു. ലാസ്റ്റ് റൗണ്ടൊന്നുമല്ല. സോ അടുത്ത് നമുക്ക് ലാസ്റ്റ് റൗണ്ടാണെന്ന് തോന്നുന്നു. ഓക്കെ, ഇവനെ അടിച്ച് കംപ്ലീറ്റ് ആക്കാൻ നോക്കി. എൻ്റെ പൊന്നു പെട്ടെന്ന്. ഓക്കെ ഫ്രണ്ട്സ്, അവനെ അടിച്ച് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അവർ വിക്ടോറി കരസ്ഥമാക്കി. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് അടുത്തൊരു 7th റൗണ്ട് എടുത്ത ലാസ്റ്റ് റൗണ്ടാണ്. ഏരിയ ആൻഡ് കോച്ചാണ്. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് നോക്കി നോക്കാം. ഇതില്ലെങ്കിൽ ജയിക്കുമെന്ന് നോക്കി നോക്കാമെന്ന്. സ്കാർ 1 MP40 നമുക്ക് എടുക്കാം. അല്ലെങ്കിൽ വേണ്ട, നമുക്ക് സ്കാർ ഓക്കെ ഇതെടുക്കാം. പെട്ടെന്ന് തന്നെ അടിച്ച് കംപ്ലീറ്റ് ആക്കാമല്ലേ. കുഴപ്പമില്ല, MP40 അവിടെ ഇരിക്കട്ടെ, ചിലപ്പോൾ ആവശ്യം വന്നല്ലോ. അയ്യോ, ഇവിടെ നിന്നൊക്കെ വെടിവെക്കുന്നുണ്ട് ഫ്രണ്ട്സ്. നമ്മൾ അവനെ അടിച്ച് പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ആക്കുന്നുണ്ട്. ഇല്ല ഫ്രണ്ട്സ്, കംപ്ലീറ്റ് ആക്കില്ല. അവൻ എന്നെ കംപ്ലീറ്റ് ആക്കിയിട്ട് പോയിട്ടുണ്ട്. പിന്നെ അല്ല വേറെ അല്ലേ. അപ്പോൾ നമ്മുടെ കയ്യിരിക്കണ ഗണ്ണ് ഏതാണെന്ന് നോക്കിയ നമ്മുടെ വുഡ് പെക്കറാണ്. ഈ ഒരു വുഡ് പെക്കർ എത്ര പേര് ഇവൻറ്റിൽ ലക്കി റോയിൽ എടുത്തൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. അടുത്തൊരു വീഡിയോയിൽ കാണാം.